ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ചെയർമാനാണ് KM സുധീർ. സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻസൺ, സുജിത്ത്, ഇത്ര ആളുകളാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മറ്റൊരാളുകൂടെ വരാനുണ്ട്. അദ്ദേഹം ഈ വഴിക്ക് മുഴുവൻ ബ്ലോക്കാണുള്ളൂ. ഇതുപോലൊരു ബ്ലോക്ക് ഈ ട്രിവാൻഡ്രം ആദ്യം കാണുന്നത്. മറ്റു കാര്യങ്ങൾ പാർട്ടിയുടെ ചെയർമാൻ നിലയിൽ അദ്ദേഹം ആരംഭിക്കും. നിങ്ങളെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 2 വർഷമായി മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് 2023 നവംബർ മാസം 1-ാം തീയതി ജീവൻ രക്ഷാ പ്രചരണ ക്യാമ്പയിൻ ആയിട്ട് 6 ജില്ലകളിൽ ഞങ്ങൾ വാഹന പ്രചരണ ക്യാമ്പയിൻ നടത്തി. പൊളിറ്റിക്സിന് അതീതമായി സാമൂഹിക സാംസ്കാരിക സംഘടന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 130 വർഷം പഴക്കം ചെന്ന ഈ മുല്ലപ്പെരിയാർ ഡാം 1978 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് 142 അടിയിൽ നിന്നും ഡാമിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞ് 136 അടിയിലേക്ക് ജലം താഴ്ത്തിയിട്ട് പോയത്. അത് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസുകൾ നടക്കുന്നുണ്ട്. 142 അടിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പം 155 അടി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ വ്യാപകമായി സമരം നടക്കുകയാണ്. 136 അടിയിലേക്ക് ഈ ജലം താഴ്ത്തിക്കൊണ്ട് 2014 സുപ്രീം കോടതിയിൽ ഒരു നിർദ്ദേശമുണ്ട്. മെയ് 7-ാം തീയതി ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് ഡാമിലെ ജലവിധാനം കുറച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷ തമിഴ്നാടിന് വെള്ളം കൊടുക്കാമെന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശമുണ്ട്. അതിൻ്റെ കോപ്പി ഞങ്ങൾ തരാതെ. അപ്പോൾ ഈ ടണൽ നിർമ്മിച്ചുകൊണ്ട് കേരളത്തിന് അടിയന്തര സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ സമരരംഗത്താണ്. മഴക്കാലമാകുമ്പോൾ നിരവധി സംഘടനകൾ മുല്ലപ്പെരിയാറിന് പേര് സമരമായിട്ട് ഇറങ്ങും. 2-3 മാസം കഴിയുമ്പോൾ അവർ കയറിപ്പോകും. പക്ഷേ ഇപ്പം മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് പോലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പത്രങ്ങളിൽ വന്നതാണ്. ന്യൂയോർക്ക് ടൈംസ് പോലും നമ്മുടെ രാജ്യത്തോടും ലോകരാജ്യങ്ങളോടും പറഞ്ഞു, ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന 4 ഡാമുകളിൽ ഒരെണ്ണമാണ് മുല്ലപ്പെരിയാർ എന്ന്. നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന XY ഒരു കക്ഷികളും ഇതിനെക്കുറിച്ച് ഒരു അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ധരിപ്പിക്കുകയോ സുപ്രീം കോടതി ധരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. 2015 ഫ്ലഡിൽ തന്നെ ഇടുക്കി ഡാമൊക്കെ തുറന്നു വിട്ടപ്പോൾ ആ ചപ്പാത്തിലും ചെറുതോണിയിലുമുള്ള നിരവധി ആളുകൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിലും കെടുതിയിലും മറ്റും മരണമടയൊക്കെ ചെയ്തതാണ്. ഇപ്പോഴും ആ ഫ്ലഡിലെ ചെളികൾ കൊച്ചിയിലെ പല മേഖലകളിലും ഇപ്പോഴും കൂമ്പാരം കൂട്ടി കിടക്കുന്നുണ്ട്. അപ്പം മുല്ലപ്പെരിയാറിന് അപകടം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ 190 വയസ്സായ ഒരു മനുഷ്യൻ വീണ്ടും 100 വർഷം കൂടെ ജീവിക്കും എന്ന് പറയുന്ന പോലെയാണ് ബഹുമാനപ്പെട്ട കോടതിയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കേരള ഗവൺമെൻറ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 18-ാം തീയതി തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുകയാണ്. കർണാടകയുടെ ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചുക്കി ആ മേഡമാണ് ഈ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. നഞ്ചുണ്ടസ്വാമി, ചുക്കി നഞ്ചുണ്ടസ്വാമി എന്നാണ് മേഡത്തിൻ്റെ പേര്. അവർ പൊളിറ്റിക്സിന് അതീതമായി കർണാടകത്തിലും മറ്റ് നോർത്ത് ഇന്ത്യയിലെല്ലാം ഈ കാർഷിക സമരങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ, രാജേഷ് ടിക്കായത്തിൻ്റെ കൂടെ ഡൽഹി ഭൂസമരത്തിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഡമാണ്. ഞങ്ങൾ ആദ്യം പ്രിയപ്പെട്ട മേധാ പതേക്കറെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും മേഡത്തിന് നിരവധി കേസുകൾ സുപ്രീം കോടതിയിലുള്ളതുകൊണ്ട് ഫ്രീ ആകാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം മേഡമാണ് ഞങ്ങൾക്ക് ഡേറ്റ് തന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഇപ്പം ഞങ്ങൾ ചുക്കി നഞ്ചുണ്ടസ്വാമിയെ ഈ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളിപ്പോൾ 18-ാം തീയതിക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി മാറും. കാരണം എന്നത് ചൈനയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ചരിത്രങ്ങൾ അറിയാവുന്നവർക്കും പഴമക്കാർക്കും അറിയാം. ബാങ്ക്യാവോ ഡാം തകർന്നത് 978 ചൈനയിൽ ചിയാങ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഈ ഡാം തകരുമെന്ന് ചൈനയിലൂടെ കൂട്ടാതെയാണ് പറഞ്ഞുകൊണ്ട് നടന്നു.
പക്ഷേ ചൈന ഗവൺമെൻറ് പറഞ്ഞു തകരില്ല എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് റഷ്യൻ എഞ്ചിനീയർ വിസ്മയമാണ്, ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് റഷ്യയുടെയാണ്, അവർ പണിതാണ്, തകരില്ല എന്ന് പറഞ്ഞിട്ട് ചൈന ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ 62 ഡാമുകളുണ്ട്, ഈ ബാങ്ക്യോ ഡാം തകർന്നാൽ ഈ 62 ഡാമുകൾ പിടിച്ചു നിർത്തുന്നതാണ്. പക്ഷേ 78-ൽ തകർന്നപ്പോൾ 62 ഡാമുകളും തകർത്തുകൊണ്ട് കടലിലേക്ക് 2.5 ലക്ഷം ജനങ്ങളെ കൊണ്ടാണ് അന്ന് പോയത്. 10-30,000 ജനങ്ങൾ മരത്തിന് മുകളിലും കെട്ടിടങ്ങളെല്ലാം അള്ളിപ്പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടാതെയും ശവശരീരങ്ങൾ തിന്നു സാംക്രമിക രോഗപ്പെട്ടും മരണമടയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ അത് പണിതപ്പോൾ തന്നെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്കുക്ക് പറഞ്ഞത് 50 വർഷത്തെ കാലപ്പഴക്കമാണ് ആ ഡാമിന് പറഞ്ഞത്. ഇന്ന് 130 വർഷം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടൊരു ഇപ്പോൾ മെട്രോ ശ്രീധരൻ സാറെ പോലെ ഉള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ, അദ്ദേഹം ഇന്ത്യയിലെ വലിയൊരു എഞ്ചിനീയർ വിസ്മയമാണ് മെട്രോ ശ്രീധരൻ സാറ്, അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി അഭിമുഖം നടത്തുകയും ചർച്ച ചെയ്തൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് വെള്ളം ഒരു 130 അടിയിലേക്കോ 120 അടിയിലേക്കോ താഴ്ത്തിക്കൊണ്ട് ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് അടിയന്തരമായ സുരക്ഷ കിട്ടും. അത് കേരള ഗവൺമെൻറ് അടിയന്തരമായിട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഗവർണർക്ക് നിവേദനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ പ്രസിഡന്റിന്, 540 MP-മാർക്ക്, 35 ഗവർണർമാർക്ക്, 35 CM-ന്, ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഞങ്ങൾ ഈ കാര്യകാരണങ്ങളെല്ലാം കാണിച്ച് നിവേദനം കൊടുത്തു. കാരണം ഇവിടെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ആരും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. വയനാടൊക്കെ ആ മുണ്ടക്കൈ ഗ്രാമമൊക്കെ ആ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ മാധവ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടൊക്കെ അത് പഠിക്കാനും അതൊക്കെ നടപ്പാക്കാനും തയ്യാറായിരുന്നെങ്കിൽ വയനാടൊന്നും ഈ 10-600 മനുഷ്യ ജീവിതങ്ങൾ ചെളിയിൽ പുതഞ്ഞ് മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല, ഇന്നല്ലെങ്കിൽ ഈ തലമുറയിലെ അടുത്ത തലമുറ മുല്ലപ്പെരിയാർ വലിയൊരു ജലബോംബാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അടിയന്തരമായിട്ടും ഇത് രാഷ്ട്രീയത്തിന് അതീതമായി അടിയന്തരമായിട്ടും ഈ വിഷയം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി തമിഴ്നാടുമായിട്ട് ഒരു സൗഹൃദപരമായ ചർച്ച നടത്തിക്കൊണ്ട് ഈ ടണൽ നിർമ്മിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ 2 വർഷമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തി ഞങ്ങൾ പറയുന്നത്. 2017-ൽ ഞാൻ തൊടുപുഴക്കാരനാണ്, തൊടുപുഴയാറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ MLA ആയിരുന്ന പ്രിയപ്പെട്ട പി ജോസഫ് സാർ പറഞ്ഞു, എനിക്ക് മുല്ലപ്പെരിയാർ എൻ്റെ വിഷയത്തിൽ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് തമിഴ്നാട്ടിലെ CM ജയലളിത മേഡമാണ്. അന്ന് അവർ കുറേ ലിസ്റ്റ് എടുത്തു, കേരളത്തിലുള്ള പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഭൂമി സംബന്ധമായി തമിഴ്നാട്ടിലെ കുറേ കാര്യങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്ത് പുറത്തു വിട്ടപ്പോൾ അന്ന് ആ അധ്യായം തൊടുപുഴത്തെ MLA അന്ന് മടക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം വേണം. മഴക്കാലമാകുമ്പോൾ ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് കേരളത്തിൽ 4-5 ജില്ലകളിൽ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ട്, അതുപോലെ നേവൽ ബേസ്, അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ റിഫൈനറി, FACT, ഈ സംഭവം എല്ലാം 3-4 മണിക്കൂർ കൊണ്ട് മുല്ലപ്പെരിയാർ തകർന്ന് വെള്ളം കൊച്ചിയിലേക്ക് എത്തിയാൽ ഈ സംഭവം എല്ലാം അടിച്ച് വാഷ് ചെയ്ത് കടലിലേക്ക് കൊണ്ടുപോകും. ഹൈക്കോടതി സംശയം ഉൾപ്പെടെ നമ്മുടെ റിഫൈനറി ഓയിലൊക്കെ നിന്നാൽ കടൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിന്ന് കത്തും. നമ്മുടെ മത്സ്യസമ്പത്ത്, FACT തകർന്നാൽ മത്സ്യസമ്പത്ത്, കുടിവെള്ള സമ്പത്ത്, ലോകരാജ്യങ്ങൾ ഒരുപാട് മിനറലൈസ് ചെയ്ത് കടൽ വെള്ളം മിനറലൈസ് ചെയ്ത് കുടിക്കുന്നുണ്ട്. നമ്മുടെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെ ലോകം കണ്ട് ഏറ്റവും വലിയ ദുരന്തമായി മാറും, യാതൊരു സംശയമില്ല. എന്നിട്ട് ഗവൺമെൻറ്റിന് അനക്കമില്ല. പ്രിയപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി 2011-ൽ ഈ മുല്ലപ്പെരിയാർ ഡാം ബലക്ഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അവിടെ നിന്ന് ഒരു തലയ്ക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, ഒരു തലയ്ക്ക് മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ മുല്ലപ്പെരിയാർ ചപ്പാത്തിലേക്ക് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട VS ആണ് ഒരു തലക്കിൽ നിന്ന്. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗവാക്കുകളായ ആളുകളാണ്. അന്ന് മുല്ലപ്പെരിയാർ ഭയങ്കരമായിട്ടും അപകടാവസ്ഥയാണെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ ഇന്ന് സുരക്ഷിതത്വമാണെന്ന് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം 155 അടി ആക്കണമെന്ന് പറഞ്ഞ അൻവർ ബാലസിംഗ് എന്ന് പറയുന്ന ഒരു കർഷക നേതാവ് എന്ന് പറഞ്ഞ സ്ഥിരമായിട്ട് സമരമാണ് കുമളിയിലും ലേബർ പെരിയാർ ക്യാമ്പിലും വഴി തടഞ്ഞുകൊണ്ട്. ഞങ്ങളപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു കുമളിയിൽ പോയി. ഞങ്ങളത് പറ്റില്ല, ഇത് 142-ൽ നിന്ന് 136 അടി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുമളിയിൽ പോയി ഒരു ഉപവാസ സമരം. ഞങ്ങളുടെ കൂടെ ഒരു ഗാന്ധിയിലുണ്ട്, തോമസ് കുഞ്ഞാലി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉപവാസ സമരവും ഒപ്പുശേഖരണമാണ് ഈ ജില്ലകളിലെല്ലാം, എറണാകുളം, കോട്ടയം, ആലപ്പുഴയും പത്തനംതിട്ടയും എല്ലാ ജില്ലകളും നടത്തുന്നത്. അതായത് MLA-മാർ ചാലക്കുടിയിൽ സനീഷ് ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത്, കോട്ടയത്ത് ചാണ്ടി ഉമ്മനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഞങ്ങൾ ഈ സമാധാനപരമായി ഈ സമരം നടത്തി പോലീസ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുമളിയിൽ സമരം ചെയ്യാൻ സമ്മതിച്ചില്ല, ഒപ്പുശേഖരിക്കാൻ സമ്മതിച്ചില്ല, അതുപോലെ തന്നെ ഞങ്ങൾ ഉപവാസം ഇരിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങളുടെ വണ്ടികളൊക്കെ തടഞ്ഞു.
ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ വഴിയിൽ കുത്തിയിരുന്ന് ഗാന്ധിയുമായി കുത്തിയിരുന്ന് ഞങ്ങൾ ഉപവാസം ചെയ്തപ്പോൾ എന്നെ ഉൾപ്പെടെ അലൻ റോയ് ഉൾപ്പെടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ അകത്ത് കൊണ്ടുപോയി മെഡിക്കൽ എടുത്തിരുത്തി. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർ വനിതാ പ്രവർത്തകരെല്ലാം വന്ന് ആ സ്റ്റേഷനിൽ കുത്തിയിരുന്നപ്പോഴാണ് രാത്രി ഏറെ വൈകി ഞങ്ങൾ വിടാനിടയായത്. റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മൊത്തത്തിൽ എന്തുകൊണ്ടാണെങ്കിലും തമിഴ്നാടിന് അനുകൂലമായ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ കേരളത്തിൻ്റെ 2 അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളെ മാറ്റണമെന്നാണ് തമിഴ്നാടിൻ്റെ ആവശ്യം. നമ്മുടെ ആവശ്യം സ്ഥിരമായിട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ ആ 2 അംഗങ്ങളെ സ്ഥിരമായി നിലനിർത്തുക. ഈ ടണൽ നിർമ്മിച്ചുകൊണ്ട് അടിയന്തരമായി സുരക്ഷ ഏർപ്പെടുത്തുക. വെള്ളം ഇപ്പോൾ 142-ൽ നിന്ന് 130-ലേക്ക് താഴ്ത്തുക. ഇതാണ് ജനാധിപത്യ സംരക്ഷണ സമിതി അടിയന്തരമായിട്ട് ആവശ്യം. ഇതിനു വേണ്ടിയാണ് ഈ രാജ്ഭവൻ മാർച്ച്. നടപടിയില്ലെങ്കിൽ ഞങ്ങൾ CM-നെ PM-നെ ഒക്കെ കാണും. നടപടിയില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് മുന്നിലേക്ക് അനിശ്ചിതകാല നിരാഹാരവുമായി ഞങ്ങൾ പോകും. ഇതാണ് ഈ കാര്യത്തിൽ ഈ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കി വർക്കിംഗ് പ്രസിഡന്റ് SMLA പറയും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമില്ല. ഞാൻ ഉടുമ്പൻചോലയിലും ഇടുക്കിയിലും MLA ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പഴയ തലമുറയിൽപ്പെട്ട പത്രപ്രവർത്തകരും സഹപ്രവർത്തകരും അവരെല്ലാം ഏതാണ്ട് പിരിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുക. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. ഞാൻ ലെറ്ററിൽ എഴുതി കൊടുത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് എന്ന് പറഞ്ഞ് ഇത്തരൊരു സംഘടനയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കഥകളുടെ പിന്നാമ്പുറം ചരിത്രം നിങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന പത്രപ്രവർത്തകരായി നിങ്ങൾ അന്വേഷിച്ചോളുക. മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വേറെ ഒരു ആക്ഷേപവും പറയുന്നില്ല. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങളാരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഈ ഡാമിൻ്റെ സ്ഥിതി. ഇടുക്കിയിലെ ഉടുമ്പൻചോല മുതൽ ഒഴുകി വരുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ മുഴുവൻ വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു, അവിടെ ഒരു ഭൂകമ്പമുണ്ടായാൽ ഈ മുല്ലപ്പെരിയാറിന് നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പം ആ ഡാം ഇരിക്കുന്നിടത്ത് മെയിൻ്റനൻസ് നടക്കണമെന്ന് പറയുന്നു. അതിനുവേണ്ടി കോടികളാണ് തമിഴ്നാട് ഗവൺമെൻറ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ലാത്ത ഡാമിന് എന്തിനാണ് പണം കൊടുക്കുന്നത്? ഇടുക്കി ഡാമിൽ മെയിൻ്റനൻസിന് വേണ്ടി അങ്ങേയറ്റം പോയ 2 കോടി രൂപ, ഇതിന് മെയിൻ്റനൻസിന് വേണ്ടി 600 കോടി രൂപ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് കാര്യങ്ങൾ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രമെന്ന്. ആ ഡാമിന് ഒരു അപകടമുണ്ടായാൽ ആ വെള്ളം ഇടുക്കിക്ക് താങ്ങി നിർത്താൻ കഴിയില്ല. ഇടുക്കിയിൽ നിന്ന് ആ വെള്ളം നേരെ എറണാകുളം ഉൾപ്പെടെ, ചാലക്കുടി, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളെയും തകർത്ത് 40 ലക്ഷം ജനങ്ങളുടെ ജീവിതം അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമെന്ന കാര്യം സംശയമില്ല. വയനാട്ടിൽ നമ്മൾ കണ്ടത് ചെറിയൊരു പടക്കം പൊട്ടുന്ന പോലെ ഉരുള് കുറ്റിയുള്ളൂ. 500 കുടുംബങ്ങൾ നശിച്ചു. അവിടെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടന്നുറങ്ങുന്ന ചിത്രങ്ങൾ പോലും നിങ്ങളുടെ പത്രങ്ങളിൽ വന്നു. ഞാൻ അവിടെ നേരിൽ പോയി കണ്ടതാണ്. ഇവിടെ ഒരു അപകടമുണ്ടായാൽ അതല്ല സ്ഥിതി. ഇവിടെ ഒരു അപകടമുണ്ടായാൽ കേരളം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു പോകും. വലിയൊരു ദുരന്തമായിരിക്കും നമ്മളുടെ ഈ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ദുരന്തത്തെ താങ്ങി നിർത്താൻ കഴിയില്ല. ഇവരെല്ലാവരും പറയുന്നത് പണമില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ബഹുമാന്യനായ മെട്രോ ശ്രീധരനെ കണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു അഭിപ്രായം, ആ കാര്യമാണ് ഞങ്ങൾ ഇന്ന് കേരള സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും അറിയിക്കുന്നത്. ഡാം നിങ്ങൾക്കറിയാം മുല്ലപ്പെരിയാർ നിലനിൽക്കുകയാണ്. ഡാമിൻ്റെ മുകളിൽ വേറൊരു ഡാം കൂടെ കെട്ടുകയോ താഴെ നിന്ന് ഡാം കെട്ടുകയോ ചെയ്താൽ വെള്ളത്തിൻ്റെ ലെവൽ
ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകും. നമുക്ക് കുമളി പട്ടണം പിന്നെ ഉണ്ടാവില്ല, കുമളി ടൂറിസം കേന്ദ്രം പിന്നെ ഉണ്ടാവില്ല. അതിന് തൊട്ടപ്പുറത്താണ് നിങ്ങൾക്കറിയാവുന്ന വനവും നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളും. ആയിരക്കണക്കിന് മൃഗങ്ങൾ അവിടെയുണ്ട്. ആന, കടുവ, സിംഹം, പാമ്പുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മൃഗങ്ങൾ അവിടെയുണ്ട്. അത് മുഴുവൻ കുമളിയിലേക്ക് അല്ലാതെ വേറെ പോകാൻ സ്ഥലമില്ല. കുമളിയിലേക്ക് പോയാൽ കുമളി പട്ടണം തകർന്ന തരിപ്പണമായി ആ ടൂറിസം നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും. അതിന് 8 കിലോമീറ്റർ അപ്പുറം താഴെ കമ്പത്തും തേനിയിലും ഗൂഡല്ലൂരും. ഞാനിത് പറയുന്നത് ഞാൻ 5 വർഷക്കാലം അവിടെ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി ഓരോ സ്ഥലത്തും അറിയാവുന്നതുകൊണ്ടാണ്. അതിന് 8 കിലോമീറ്റർ താഴേക്ക് പോയ കമ്പം, തേനി, ഗൂഡല്ലൂരാണ്. അതിന് തൊട്ടപ്പുറയാണ് മേഘമല. മേഘമല ടൂറിസം എത്ര ലക്ഷക്കണക്കിന് കോടി രൂപയാണ്, ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നിങ്ങൾ അന്വേഷിച്ചു ആ മേഘമലയുടെ വികസനത്തിന് വേണ്ടി തെളിവെക്കുന്നു. അത് ടൂറിസം സെൻ്ററായിട്ട് തമിഴ്നാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുമളിയെ തകർക്കുക, കേരളത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താതിരിക്കുക, അതേ റേഞ്ചിൽ നിൽക്കുന്ന തമിഴ്നാട്ടിൽ നടത്തുക. ഞങ്ങൾ ഒരിക്കലും തമിഴ്നാടിനെതിരില്ല. നമ്മുടെ സഹോദരന്മാരാണ് തമിഴ്നാട്ടുകാർ. അതേപോലെ അവരെ സ്നേഹിക്കുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം കൊടുക്കണം, അവർക്ക് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മളുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ ആൾ പോലും വെള്ളപ്പൊക്കത്തിൽ മരിക്കാൻ ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഇത് പറഞ്ഞില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് നാളെ പറയരുത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കൂടുതൽ അറിവും വിവരവും വിജ്ഞാനവുമുള്ള പ്രിയപ്പെട്ട പത്രക്കാരായ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളിത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ടാണ് കർണാടകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ചുക്കിയെ തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്ഷണിച്ചത്. ആദിവാസികൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കും. അവിടെ പൊട്ടിയാൽ ഒരു പ്രദേശത്തെ ആദിവാസികൾ മുഴുവൻ തകരുകയാണ്. അവരുടെ മക്കൾ ഉൾപ്പെടെ അവർ തകർന്ന് തരിപ്പണമാവുകയാണ്. അവരുടെ പേര് കിട്ടുന്ന പണമെങ്കിലും ഇവിടെ ചെലവഴിച്ചാൽ ഈ ടണൽ ഉണ്ടാക്കാം. 8 കിലോമീറ്റർ ടണൽ ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് 8 കിലോമീറ്ററുള്ള കമ്പത്തേക്ക് ആ 8 കിലോമീറ്റർ ടണൽ നിർമ്മിച്ചാൽ ഈ വെള്ളം വർഷകാലങ്ങളിൽ ദുരിതമുണ്ടാകുമ്പോൾ നമുക്ക് തുറന്നു വിടാൻ പറ്റും. അത് നേരെ അവർക്ക് സ്റ്റോർ ചെയ്യാം. അവരുടെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾക്ക് പരിഹാരമാകും. അത് വന്നു കഴിഞ്ഞാൽ വ്യത്യാസം ഇപ്പം 142 നിൽക്കുന്ന ഈ വെള്ളത്തിൻ്റെ സമ്മർദ്ദം നേരെ കുറയും. 130 ആകുമ്പോൾ 112 മീറ്റർ താഴേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ സമ്മർദ്ദം കുറയുമ്പോൾ ഡാമിന് പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുകയില്ല. ഞങ്ങളാരും നാളെ ഡാം പൊട്ടും എന്ന് പറയുന്നില്ല. ഈ സമ്മർദ്ദം ഡാമിലേക്കുള്ള കുറയണമെങ്കിൽ ഈ ടണൽ നിർമ്മിക്കണം. ഈ ടണൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൂടി പണം തരാമെന്ന കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് തന്ന 1 മാസം മുമ്പ്, കഴിഞ്ഞ ഡിസംബർ മാസത്തെ ഉത്തരവ്, അത് അവരുടെ നിർദ്ദേശം ഞങ്ങളിലുണ്ട്. അതിന് കോപ്പി നിങ്ങൾക്ക് തരാം. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉൾപ്പെടെയാണ്. അപ്പം പണത്തിൻ്റെ അഭാവമല്ല, സാങ്കേതിക വിദ്യയുടെ അഭാവമല്ല. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉടുമ്പൻചോലയിലെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. 25 വർഷമായി ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം ടണലിൽ കൂടെയാണ് നമ്മൾ ഇടുക്കിയിലേക്ക് കൊണ്ടിരുന്നത്. 5 രൂപയിലേക്ക് വെള്ളം വന്ന് ചാടുന്നത് ഈ ടണലിൽ കൂടെയാണ്. അപ്പോൾ ഒരു ടണൽ നിർമ്മിച്ചാൽ ശാശ്വതമായിട്ട് എന്നെന്നുമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിനുള്ള ഒരു ആർജവത്വവും മര്യാദയും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു വള്ളിക്കെട്ടുമില്ല. ഞങ്ങൾക്ക് ആർക്കും അവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ല. ഇവർക്ക് ആർക്കുമില്ല, ഇരിക്കുമില്ല, ഞങ്ങൾക്ക് ആർക്കുമില്ല. ഉള്ളവർ ഉണ്ടെങ്കിൽ അത് സഹിക്കണം.
അല്ലെങ്കിൽ അത് നീതിപൂർവ്വം ചെയ്യണം. തമിഴ്നാടിന് ജലവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും കൊടുക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇതൊക്കെ 18-ാം തീയതിയിലെ സമരവും അവർക്ക് നിവേദനം കൊടുക്കും. ഞങ്ങൾ ചെന്നൈയിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കും. എന്നിട്ടും പ്രശ്നം അവസാനിക്കുന്നില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ വേണ്ടി വന്നാൽ ഡൽഹിയിലേക്ക് ഞങ്ങളുടെ സമരം മാറ്റുമെന്ന് മാത്രമല്ല, ടിക്കായത്ത് ഉൾപ്പെടെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ സത്യം മനസ്സിലാക്കി അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങളുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് മാത്രം ഉള്ളവരല്ല ഞങ്ങൾ. കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും 14 ജില്ലകളിൽ നിന്നും ഉള്ള ആളുകൾ ഈ സംഘടനയുമായി സഹകരിക്കുന്നു. കാരണം ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല. എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, എനിക്കെപ്പോഴും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, കേരളത്തെ 40 ലക്ഷം ജനങ്ങളുടെ ജീവൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ആ തരത്തിലാണ് ഈ കാര്യങ്ങളുമായി ഇന്ന് തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട പത്രസ്നേഹിതന്മാരെ കാണണം എന്ന് വിചാരിച്ചത്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം, നിങ്ങൾ സഹകരിച്ചാൽ ഞങ്ങൾ എന്തെല്ലാം പണിയെടുത്താലും ഇത് പരിഹാരം ഉണ്ടാകുകയില്ല. നിങ്ങളുടെ തൂലിക ചലിച്ചാൽ, നിങ്ങളുടെ റിപ്പോർട്ടുകൾ യഥാസമയത്ത് വന്നാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ പല കാര്യങ്ങളും ഗതിമാറ്റി ഒഴുകിയത് നിങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു, ഈ കാര്യത്തിൽ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണം. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ. നാളെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ പോലും വന്ന് പരാതി ഉണ്ടാവാതിരിക്കാൻ, കേരളത്തെ ജനങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ നിർത്തുകയാണ്. അല്ലാതെ കുറേ ബഹുജനത്തെ കൊണ്ടുപോയി ഒരു ഷോ കാണിക്കാനോ അതിനുള്ള പരിപാടി നമുക്കില്ല. ഇത് ഞങ്ങളുടെ മനസ്സിൻ്റെ വികാരമാണ്. അതുകൊണ്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് അതിൻ്റെ ബാറ്റ് കൊടുത്ത് ഈ ആളുകളെ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നത്.